പെരിയാർ നദീതീരത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും നദിയിലൂടെയുള്ള ബോട്ട് സവാരിയും ശ്രദ്ധേയമാവുന്നു. കേരളത്തിന്റെ അഭിമാനമായ തേക്കടിയും ഇവിടുത്തെ കാഴ്ചകളും മനസ്സിന് കുളിർമ നൽകുന്നതാണ്. പെരിയാർ നദിയുടെ പേരിലുള്ള പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ അഭിമാനകരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് തേക്കടിയിലെ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ പ്രദേശം. പെരിയാറിലൂടെ വെളുപ്പിനെയുള്ള ബോട്ട് സവാരി ആനന്ദം ഉളവാക്കുന്നതാണ്. പെരിയാറിന്റെ തീരത്തെ വനമൃഗങ്ങളെയും പക്ഷികളെയും കാണണമെങ്കിൽ പുലർച്ചെയുള്ള ബോട്ട് യാത്രയിൽ പങ്കാളികളാവണം. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വനസംരക്ഷണ കേന്ദ്രം പെരിയാർ തടാകത്തെ ചുറ്റിപ്പറ്റിയാണ് സ്ഥിതി ചെയ്യുന്നത്. 1895 പെരിയാർ നദിക്ക് കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിച്ചാണ് ഈ വനസംരക്ഷണ കേന്ദ്രം സൃഷ്ടിക്കപ്പെട്ടത്. അതായത് ജലസേചനത്തിനായി തമിഴ്നാട്ടിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നതിനായിട്ടാണ് ഇത് ഉപയോഗിച്ചു വരുന്നത്. തടാകത്തിന് ചുറ്റുമുള്ള വനങ്ങളെ 1899 സംരക്ഷിത വനങ്ങളെ പ്രഖ്യാപിച്ചു. സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് SH റോബിൻസനെ ആദ്യത്തെ ഗെയിം വാർഡനായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തടാകത്തിന് ചുറ്റുമുള്ള വനങ്ങൾ 1934 ഒരു സങ്കേതമാക്കി മാറ്റി നെല്ലിക്കാമ്പട്ടി സങ്കേതം എന്ന് നാമകരണം ചെയ്തു. ഒരു ഗെയിം റിസർവ് ആയിരുന്ന ഈ സങ്കേതം 1966 വനം വകുപ്പുമായി ലയിപ്പിച്ചു. 1978 പ്രോജക്ട് ടൈഗർ സ്കീമിന് കീഴിൽ ഇത് ഒരു കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 1982 റിസർവിന്റെ കോർ ഏരിയ അതായത് 380 ചതുരശ്ര കിലോമീറ്റർ ദേശീയ ഉദ്യാനമായി വിജ്ഞാപനം ചെയ്യപ്പെട്ടു. 777 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ വനങ്ങളുമാണ് ഈ റിസർവ്. വന്യജീവി സങ്കേതത്തിന്റെ കേന്ദ്രമായ പെരിയാർ തടാകം ഏകദേശം 26 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ളതാണ്. 900 മീറ്റർ മുതൽ 2019 മീറ്റർ വരെ ഉയരമാണ് ഇതിനുള്ളത്. രാവിലത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ഒരു നീണ്ട നിര കാണാൻ കഴിഞ്ഞു. ആനയെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു, മ്ലാവിനെ കണ്ടു, മാനിനെ കണ്ടു, പക്ഷികളെ കണ്ടു, അപൂർവ ഇനം പക്ഷികളെ കണ്ടു. അങ്ങനെ കാഴ്ചയുടെ ഒരു വലിയ ദൃശ്യവിരുന്ന് ഒരുക്കിയാണ് ഈ യാത്ര പൂർത്തിയാകുന്നത്. പെരിയാറിലെ വനങ്ങളെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. തുറന്ന പുൽമേടുകൾ, ആനകൾ, കാട്ടുപോത്ത്, മാൻകൂട്ടങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ്. ഈർപ്പമുള്ള ഇലപൊഴിയും വനത്തിൽ ടെർമിലിനിയ, തേക്ക് തുടങ്ങിയ മരങ്ങൾ കാലാനുസൃതമായി ഇലകൾ പൊഴിക്കുന്നു. നിത്യഹരിതവനം നനഞ്ഞ അരുവി പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇത് പലപ്പോഴും ഉഷ്ണമേഖല നിത്യഹരിതവനത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ പശ്ചിമഘട്ടത്തിന്റെയും സവിശേഷതയായ ഷോളസ് അല്ലെങ്കിൽ ഉഷ്ണമേഖല നിത്യഹരിതവനം ഈ റിസർവിൽ സമൃദ്ധമാണ്. വന്യജീവി സങ്കേതത്തിലെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥ നിരവധി കര, ജല, വൃക്ഷ ജീവിവർഗങ്ങളെ പിന്തുണയ്ക്കുന്നു. ആനകളെ കൂടാതെ റിസർവിലെ മറ്റ് സസ്യപൂക്കുകളിൽ ഗൗർ, സാമ്പാർ മാൻ, കുരയ്ക്കുന്ന മാൻ, എലിമാൻ, നീലഗിരി ലങ്കൂർ, ബോണറ്റ് മകാക്, സിംഹവാലൻ മകാക് തുടങ്ങിയവ ഉൾപ്പെടുന്നു. കടുവ, പുള്ളിപ്പുലി, കാട്ടുപൂച്ച, കാട്ടുനായ തുടങ്ങിയവയാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന മാംസഭോജികൾ. കരടി, മുള്ളൻ പന്നി, കുറുക്കൻ, ഇന്ത്യൻ ഭീമൻ അണ്ണാൻ, മലബാർ പറക്കുന്ന അണ്ണാൻ, കാട്ടുപന്നി, ചെറിയ ഇന്ത്യൻ സിവൈറ്റ്, മാംഗൂസ്, പാങ്കോലൈൻ എന്നിവയാണ് മറ്റു പ്രധാന മൃഗങ്ങൾ. വിവിധയിനം പക്ഷികളെ, മാനുകളെ, കാട്ടുപോത്ത്, ആന തുടങ്ങിയ നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും ഉൾപ്പെടെ കാണുവാൻ ഈ യാത്രയോടെ സാധിച്ചു. ഗാലക്സി ന്യൂസിനു വേണ്ടി ജിജു വൈക്കത്തുശ്ശേരി.